ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 10th റിയൽ നമ്പേഴ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. റിയൽ നമ്പേഴ്സിൽ മെയിൻ ആയിട്ട് 2 ടോപ്പിക്സ് ആണ് വരുന്നത്. LCM ആൻഡ് HCF ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. പിന്നെ സെക്കൻഡ്ലി എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് സം പ്രൂഫ്സ് ഒക്കെയാണ് വരുന്നത്. എന്നാലും നമ്മളത് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതാണ് 2 ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടോപ്പിക്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് വേണം LCM HCF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കാം, അപ് ടു 9th വരെ പഠിച്ച കൺസെപ്റ്റ്സ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ ആണല്ലോ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഫാക്ടറൈസ് എ നമ്പർ ബൈ പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫാക്ടറൈസേഷൻ നടത്താൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11 എക്സെട്ര എന്നുള്ള ഓർഡറിൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നെ ഡിവിസിബിലിറ്റി റൂൾസ് ആണ് ഇതിൽ നമുക്ക് അറിയാനുള്ളത്. ഡിവിസിബിലിറ്റി റൂൾസ് വളരെ ക്ലിയർ ആയിട്ട് അറിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ് ടു 11 വരെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന റൂൾസ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫെമിലിയർ ആയിട്ട് വരുന്ന റൂളാണ്. ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 എന്ന് വരുമ്പോൾ നമുക്ക് ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയാൻ പറ്റും. ഈവൺ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 തന്നെയാണ്. അപ്പോൾ റൂളായിട്ട് പറയുമ്പോൾ കുറച്ചും കൂടി നല്ലത് ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. നെക്സ്റ്റ് പ്രൈം ഡിവിസിബിൾ ബൈ 3 ആണ്. പ്രൈം നമ്പർ 3 ആയതുകൊണ്ട് അവിടെ നമ്മൾ പറയുന്നത് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3. നമ്മൾ ഏത് പ്രൈം എടുത്തിരിക്കുന്ന 3 ആണല്ലോ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന കൺസെപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം. ഇതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് തന്നെയാണ്. അതിനേക്കാൾ ഈസി ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്, എന്ത് ഡിവിസിബിൾ ബൈ 5. ഡിവിസിബിൾ ബൈ 5 എഗെയിൻ വളരെ ഈസിയാണ്. ലാസ്റ്റ് ഡിജിറ്റ് ആരോട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 or 5. ലാസ്റ്റ് ഡിജിറ്റ് 0 or 5 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാൻ പറ്റും. ദെൻ കുറച്ചൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന റൂൾസ് ആണ് നമുക്ക് 7ഉം 11ഉം വരുന്നത്. ഡിവിസിബിൾ ബൈ 7 നമ്മൾ വലിയൊരു നമ്പർ കിട്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നേക്കാൾ നല്ലത് കുറച്ച് വലിയ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 7 എന്നുള്ളതിൻ്റെ ആ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. റൂൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ വൈസ് പറഞ്ഞു തരാം. സ്റ്റേറ്റ്മെന്റ് വൈസ് പറയുന്നേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാതാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു 343 എന്ന് പറയുന്ന നമ്പർ. അപ്പം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നമ്മളവിടെ അവോയ്ഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് 3 അവോയ്ഡ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന നമ്പേഴ്സ് ഏതാ? 34 മൈനസ് 2 ഇൻറ്റു ദ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 34 മൈനസ് 6 എന്ന് വരും. 34 മൈനസ് 6 എത്രയാണ്? 28 എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 7 ആയതുകൊണ്ട് തന്നെ ദിസ് നമ്പർ 343 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് പറയാം. ഫോർ അനദർ എക്സാമ്പിൾ 289 ഡിവിസിബിൾ ബൈ 7 ആണോ ജസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9 ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ്. ആ ലാസ്റ്റ് ഡിജിറ്റ് നമ്മളവിടെ നിർത്തിയിട്ട് ബാലൻസ് ഡിജിറ്റ് നോക്കുക. ബാലൻസ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 28 ആണ് ആ നമ്പർ. 28 മൈനസ് 2 ഇൻറ്റു ദ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 28 മൈനസ് 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. 10 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7 അല്ലേ. നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് പറയുമ്പോൾ ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7 എന്ന് പറയും. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 7 അല്ല. അപ്പോൾ ഏത് വലിയ നമ്പർ വന്നാലും ഇങ്ങനെ കുറേ ഇപ്പോൾ ഒരു 4 ഡിജിറ്റ് 5 ഡിജിറ്റ് ഒക്കെ വരുമ്പോൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു 3 ഡിജിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദെൻ നെക്സ്റ്റ് വീണ്ടും ഒന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ നമ്പർ കിട്ടുന്ന വരെ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിവിസിബിൾ ബൈ 7 ആണോ നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഓരോ നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ, ഇപ്പോൾ 343 എടുക്കുക. 7 ഇൻറ്റു 17 ഇൻറ്റു 7, 18 ഇൻറ്റു 7 ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും.
അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ റൂള് പെട്ടെന്ന് അത് പഠിക്കുന്ന ടൈമിൽ ഒരു ഇത്തിരി സമയം എടുത്താലും പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റൂൾസ് ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രൈം ഡിവിസിബിൾ ബൈ 11 ആണ്. 11 കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 11 എന്നുള്ള നമ്പറിന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഡിവിസിബിൾ ബൈ 11 എന്ന് പറയുമ്പോൾ ഞാനൊരു നമ്പർ ഇവിടെ എഴുതുന്നുണ്ട് 50259. ഇതിൽ പൊസിഷൻസ് ആണ് 1 2 3 4 5 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ ഡിജിറ്റ്, സെക്കൻഡ് പൊസിഷൻ ഡിജിറ്റ്, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ ഡിജിറ്റ്. 5 ഡിജിറ്റ്സ് ആണല്ലോ, നമ്മൾ ആ ഓർഡറിൽ എടുക്കുക. ഇനി ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഓഡ് പൊസിഷൻസിലുള്ള ഡിജിറ്റ്സ്, ദാറ്റ് മീൻസ് 1 3 5 പൊസിഷൻസിൽ വരുന്ന ഡിജിറ്റ്, ദാറ്റ് ഈസ് 5 പ്ലസ് 2 പ്ലസ് 9. 5 പ്ലസ് 2 പ്ലസ് 9 ഇറ്റ് ബിക്കം 16 അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവൻ പൊസിഷൻസിൽ വരുന്ന ഡിജിറ്റ്, that means 0 and 5, that is 5. Find the difference between these two എന്നാണ്. That means 16 minus 5 it is equal to 11. ഇവിടെ നമുക്ക് multiple of 11 എന്ന് വരും. So this number 50259 is divisible by 11 ആണ്. Multiple of 11 or 0 വന്നാൽ മതി ഡിഫറൻസ് കേട്ടോ. ഡിഫറൻസ് multiple of 11 or 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇത് നമ്മൾ പൊസിഷൻ ആണ്. ഈ 1 2 3 4 5 എന്ന് പറയുന്നത് പൊസിഷൻ ആണ് കേട്ടോ. അല്ലാതെ ആ പൊസിഷൻ അല്ല ആഡ് ചെയ്യേണ്ടത്, ദാറ്റ് പൊസിഷനിൽ വരുന്ന ഡിജിറ്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 5 പ്ലസ് 2 പ്ലസ് 9 0, പിന്നെ 0 ആൻഡ് 5 ആണ് ഈവൻ പൊസിഷനിൽ വരുന്നത്. ദ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്ത ഒരു നെഗറ്റീവ് സൈൻ്റെ ഡിഫറൻസേ വരുള്ളൂ, എന്നാലും നമുക്ക് ആ ഡിഫറൻസ് കിട്ടും. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അത് മൾട്ടിപ്പിൾ ഓഫ് 11 0 വന്നാൽ നമുക്കത് കറക്റ്റായിട്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് പറയാൻ പറ്റും. അവിടെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മളത് പറയേണ്ടത് കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 11 വരെയുള്ള ഡിവിസിബിലിറ്റി എങ്കിലും ഒന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് 3 നമുക്ക് പ്രത്യേകിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. കുറച്ചും കൂടി കൺഫ്യൂസിങ് വരുന്നത് 7 and 11 ആണ്. 1 or 2 എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 3 2 7 6 0 ആണ് നമ്മൾ ചെയ്യണമെന്ന് വെക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാവുന്ന പ്രൈംസ് എന്ന് പറയുന്നത് 2 3 5 7 11 അപ് ടു 11 13 ഒക്കെ വരുന്നുണ്ട് വലിയ നമ്പർ വരുമ്പോൾ. എന്നാലും അപ് ടു 11 വരെ കിട്ടിയാൽ തന്നെ നമുക്ക് കുറേ സ്പീഡപ്പ് ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 എന്നുള്ള കൺസെപ്റ്റിൽ നോക്കുക. 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ്, സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 3 1 2s are 2. അപ്പോൾ നമ്മൾ 3ൽ 1s 2 പോകുന്നുള്ളൂ. അവിടെ 1 2s are 2 എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് 1 ഉണ്ട്. നമുക്കതൊരു ചെറുതായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്താണ്? 12 ആണ്. 12ൽ ഹൗ മെനി 2s എന്നുള്ള കൺസെപ്റ്റ്. ഹൗ മെനി 2 6 2s are 12. അവിടെ ബാലൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 7 ആണ്. 7ൽ 3 2s are 6 എന്ന് വരും. അവിടെ ബാലൻസ് വരുന്നുണ്ട് ഒരു 1. അപ്പോൾ ആ 1 നമ്മൾ ചെറുതായിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് നമ്പർ നമുക്ക് കിട്ടി 16 ആണ്. 16ൽ 8 2s are 16. പിന്നെ നമ്മുടെ ഒരു 0 വരുന്നതുകൊണ്ട് നമുക്ക് ആ 0 കണ്ടിന്യൂ ചെയ്ത് പോവാം. ദെൻ അഗെയിൻ ലാസ്റ്റ് ഡിജിറ്റ് 0, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. വളരെ ക്ലിയർ ആണ്. സ്റ്റാർട്ടിങ് 1 ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. 16 നോക്കിയാൽ മതി. 16ലാകുമ്പോൾ 8 2s are 16. അവിടെ ബാലൻസ് ഇല്ല. പിന്നെ റിമൈൻഡർ നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 1 2s are 2 എന്ന് പറയുമ്പോൾ അവിടെ ബാലൻസ് വരുന്നു, ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ 18 വരും. 18ൽ 9 2s are 18. അഗെയിൻ 0 കണ്ടിന്യൂ ചെയ്ത് പോവാം. ദെൻ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് അഗെയിൻ 0. അപ്പം നമുക്ക് എന്ത് പറയാം? ഡിവിസിബിൾ ബൈ 2 ആണ്. സോ 8ൽ 4 2s are 8. ദെൻ 1 ആണ്. 1 is not possible. Division is not possible. So you have to put 0. Then next number എന്ന് പറയുന്നത് 19 ആണ്. 19ൽ 9 2s are 18 എന്ന് വരും. അപ്പോൾ ബാലൻസ് ഒരു 1 വരുന്നുണ്ട് അവിടെ. ആ 1 നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്? 10 ആണ്. 10 വരുമ്പോൾ 5 2s are 10. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കണ്ടാൽ നമുക്ക് അറിയാം ഇതെന്താണ് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. എനിവേ നമുക്കതൊന്ന് 3 കൊണ്ടും ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 3 കൊണ്ട് ഡിവിസിബിൾ ആകുമ്പോൾ നോക്കൂ, 4 + 9 13, 13 + 5 18. സം ഓഫ് ഡിജിറ്റ്സ് 18 വരും. മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സോ ഡിവിസിബിൾ ബൈ 3 ആണ്. ഇതുപോലെ ഡിവിസിബിൾ ബൈ 3. 4ൽ 3 1s ആണ്. 1 3s are 3. ദെൻ ബാലൻസ് 1. 10ൽ 3 3s are 9.
balance again 1, 19 6 3s are 18, again balance 1, 5 3s are 15. Then again 5 ആണ്, വീണ്ടും നമുക്കൊന്ന് 3 കൊണ്ട് പോസിബിൾ ആണോ ജസ്റ്റ് വെരിഫൈ ചെയ്യാം. 1 + 3 4 6 6 4 + 6 10 10 + 5 15. again 3 പോസിബിൾ ആണ് 3. So first digit is 1, so you take 13, 13 3 4 3s are 12. Then again balance 1 വരുന്നു 16 16 വരുമ്പോൾ 3 ആണ്, 5 3s are 15. again balance 1 വരുന്നു, then 15 5 3s are 15. അപ്പം നിങ്ങൾ ആ നമ്പർ അവിടെ എഴുതുമ്പോൾ മുകളിൽ എഴുതുമ്പോൾ ഒന്ന് ചെറുതാക്കി എഴുതിയാൽ മതി കേട്ടോ. ദെൻ ഇനി നമുക്ക് 3 പോസിബിൾ അല്ല, കാരണം 4 + 9 4 + 5 9 + 5 14. അപ്പോൾ 14 എന്ന് വരും. 14 is not a multiple of 3. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 3 പോസിബിൾ അല്ല. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് ഷുവർലി ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. 45 9 5s are 45. ദെൻ 50 നോ റിമൈൻഡർ 5 1 വന്നു. ഇനി ഇവിടെ ഒരു 91 വരുന്നുണ്ട്. ഈ 91 ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കിത് പ്രൈം ആണോ അതോ ഇവിടെ ഡിവിസിബിൾ ബൈ എന്നുള്ള റൂൾ അപ്ലിക്കബിൾ ആണോ എന്നുള്ള സംശയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 പോസിബിൾ അല്ല, ഇനി 7 നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. 2 ഡിജിറ്റ് ആകുമ്പോൾ വലിയ കുഴപ്പം വരില്ല, കുറച്ചും കൂടി വലിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആ റൂള് പറഞ്ഞു തന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്, 1 അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വരുന്നത് 9 - 2 ഇൻറ്റു ദ ലാസ്റ്റ് ഡിജിറ്റ്. 9 - 2 ഇറ്റ് ഇസ് 7. അപ്പോൾ ഡിവിസിബിൾ ബൈ 7 ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിവിസിബിൾ ബൈ 7 ചെയ്യാം. കണ്ടോ, അതല്ല ഇത് കൺഫ്യൂസിങ് വരും, ഇത് പ്രൈം ആണോ അല്ലയോ നമുക്കറിയില്ല, നമുക്ക് എല്ലാ പ്രൈം നമ്പേഴ്സും നമ്മൾ ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 7s are 7, റിമൈൻഡർ 2 ആണ്. 21 3, സോ 13 വന്നു. 13 അഗെയിൻ പ്രൈം ആണോ നമുക്കറിയാം, 13 1 വന്നു. സോ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഫോം എന്ന് പറയുന്നത് 32760 is equal to 2 × 2 × 2 × 3 × 3 × 5 × 7 × 13. ഇനി അത് പവർ ഫോമിൽ എഴുതണമെങ്കിൽ 2 3 ടൈംസ് വരുന്നുണ്ട് ഇവിടെ. അപ്പം നമുക്ക് എന്ത് പറയാം, 2⁻³ × 3 twice ആണ് വരുന്നത്, 3⁻², × 5 × 7 × 13. ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇങ്ങനെ നമ്മൾ ഓരോ നമ്പറും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡിവിഷൻ ബുദ്ധിമുട്ടുള്ളവർ ആ റിമൈൻഡർ ഒന്ന് ചെറുതായിട്ട്, ഞാനിപ്പോൾ ഇവിടെ കണ്ടില്ലേ 1 മാർക്ക് ചെയ്തു, ഇവിടെ ഒരു 1 മാർക്ക് ചെയ്തു, ഇവിടെ ഈ 8ൻ്റെ മുൻപിലൊരു 1, അപ്പോൾ നമുക്കത് 18 എന്ന് വായിക്കാൻ പറ്റും. അതൊരു ചെറുതായിട്ട്, വല്ലാതെ അങ്ങോട്ട് ലെങ്ത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് വളരെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 91 വരുമ്പോൾ ഇപ്പോൾ ഡിവിസിബിൾ ബൈ 7 കിട്ടി, ഡിവിസിബിൾ ബൈ 11 നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ചില നമ്പർ ഇപ്പോൾ വലിയ നമ്പറൊക്കെ വരുന്നുണ്ട്, അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഡിവിസിബിലിറ്റി റൂളിൽ നമുക്ക് 11 വരെ കിട്ടുന്നില്ല. അപ്പോൾ അത് പ്രൈം ആണോ അല്ലയോ എന്ന് അറിയില്ല, പ്രൈം നമ്പർ ആകുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ പ്രൈം ആണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ളൊരു മെത്തേഡും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിവിസിബിലിറ്റി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 101 എന്ന് പറയുന്ന ഒരു ടേം, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട്. 101 വന്നു, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ. ഇപ്പോൾ ഈ 101 വന്നപ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് ഇത് കിട്ടുന്നില്ല, 7 കിട്ടുന്നില്ല, 11 കിട്ടുന്നില്ല, ഇനിയിപ്പോൾ 13 ഒക്കെ അങ്ങനെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എത്ര നമ്പർ വെരിഫൈ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അറിയുന്ന ഒരു സ്ക്വയർ നമ്പർ, നിങ്ങൾക്കിത് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ സ്ക്വയേഴ്സ് ഓർമ്മ വരണം കേട്ടോ. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ 30 വരെയുള്ള സ്ക്വയേഴ്സ് റിപ്പീറ്റഡ്ലി ഡെയിലി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ഓർമ്മയിൽ വരും. അപ്പം 101 പ്രൈം ആണോ എന്നുള്ള വെരിഫൈ ചെയ്യേണ്ടത്. 101 പ്രൈം ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഈ 101 ഇപ്പോൾ 8ൻ്റെ സ്ക്വയർ നമുക്കറിയാം 64, 9 സ്ക്വയർ ദാറ്റ് ഈസ് 81 അല്ലേ. 10 സ്ക്വയർ എടുക്കുമ്പോൾ അത് 100 വന്നു. ഇനി 11 സ്ക്വയർ എടുക്കുമ്പോൾ അത് 121 വന്നു. സോ ഈ 100 and 121 എന്ന് പറയുന്ന നമ്പർ, ദാറ്റ് മീൻസ് 10 സ്ക്വയർ ആൻഡ് 11 സ്ക്വയർ ആണിത് അല്ലേ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ് കിടക്കുന്ന നമ്പർ ഏത്, 101 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10 സ്ക്വയർ ആണ് മാക്സിമം അതിൻ്റെ താഴെ വരുന്നത്, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 10 സ്ക്വയർ ഈക്വൽ ടു 101ൻ്റെ താഴെ വരുന്നുണ്ട്, എന്നാൽ 11 സ്ക്വയർ എടുക്കുമ്പോൾ എബോവ് 101 ആണ് വരുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ അപ് ടു 10 വരെയുള്ള പ്രൈംസ് കൺസിഡർ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 വരെയുള്ള പ്രൈംസിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി.
10 അപ് ടു 10 എന്നാണ് പറയുന്നത്. അപ്പോൾ 10 പ്രൈം അല്ലാത്തതുകൊണ്ട് നമുക്ക് അപ് ടു 10 എന്ന് പറയുമ്പോൾ പ്രൈംസ് വരുന്നത് 2357 ആണ്. 2357ൻ്റെ ഡിവിസിബിലിറ്റി റൂള് നോക്കുക. അത് കറക്റ്റായിട്ട് പറ്റുന്നില്ലെങ്കിൽ ദിസ് ഈസ് എ പ്രൈം എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടി ഞാനത് മെത്തേഡ് പറഞ്ഞുതരാം. 101 ഒക്കെ നമുക്ക് വലിയൊരു നമ്പർ വരുമ്പോൾ അത് പ്രൈം ആണോ, ഇനി ഏത് നമ്പർ കൊണ്ട് 13 പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 17 അങ്ങനെ ചെക്ക് ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് സ്ക്വയർ നമ്പേഴ്സ് നോക്കുക. അപ്പോൾ നമ്മൾ 8 സ്ക്വയർ അതിപ്പോൾ 64, 9 സ്ക്വയർ എടുക്കുമ്പോൾ 81, 10 സ്ക്വയർ എടുക്കുമ്പോൾ 100 എന്ന് വരും, 11 സ്ക്വയർ 121 ആണ്. അപ്പോൾ നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് 100 എന്ന് പറയുന്ന നമ്പറിൻ്റെയും 121ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഒരു നമ്പറാണ് ഈ 101. കണ്ടോ? അപ്പോൾ 10 സ്ക്വയർ, ഈ 100 എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ്. സോ യു ഹാവ് ടു വെരിഫൈ ദ നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് അപ് ടു 10, നമ്പേഴ്സ് എന്നല്ല, പ്രൈം നമ്പേഴ്സ് അപ് ടു 10. ഇവിടെ 10 പ്രൈം അല്ലാത്തത് കൊണ്ട് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 എടുക്കാം. ഇഫ് ഇറ്റ് ഈസ് പ്രൈം അതും കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞ അപ് ടു 10 എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ 2, 3, 5, 7 അതാണ് ഇവിടെ 2, 3, 5, 7 എന്ന് എഴുതി. കണ്ടോ? അപ്പോൾ നമുക്ക് 2, 3, 5, 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾസിൽ ഇതൊന്നും അപ്ലിക്കബിൾ ആവുന്നില്ല. ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് 2 അപ്ലിക്കബിൾ അല്ല, 3 ഡിവിസിബിൾ ബൈ 3 അല്ല, ഡിവിസിബിൾ ബൈ 5 അല്ല, ഡിവിസിബിൾ ബൈ 7ൻ്റെ റൂൾ കൊടുക്കുകയാണെങ്കിൽ അതുമല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം 101 ഈസ് എ പ്രൈം. അപ്പോൾ നമുക്ക് ആ പ്രൈം ഫാക്ടറൈസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വലിയ നമ്പർ വരുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വലുത് പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്നതിൽ ഒരു 3 ഡിജിറ്റ് ഒക്കെ വരുന്നവരെ എത്തുന്നുള്ളൂ, എന്നാലും അതിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ പ്രൈം ആണോ ഇനി ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകണം എന്നല്ല. അപ്പോൾ പ്രൈം ആണോ അല്ലയോ എന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് പ്രൈം വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 ടോപ്പിക്സ് ആണ് മെയിൻലി വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പിന്നെ നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളത് 9th അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ: എ നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ്, പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നിങ്ങൾ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ 9th പഠിച്ചിരിക്കുന്നത്. ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ. എന്നിട്ട് അതിന് കൂടെ പറയുന്നത് എ നമ്പർ ദാറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ വിത്ത് ദിസ് കണ്ടീഷൻ ദാറ്റ് നമ്പർ ഈസ് ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞ് പഠിക്കുന്നു. ദെൻ എന്താ പറയുക, എക്സാമ്പിൾസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. എക്സാമ്പിൾസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് √2, √3, √5, √6, √7 ഇങ്ങനെ വരുന്ന നമ്പേഴ്സൊക്കെ പഠിക്കുന്നു. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്തുകൂടി പഠിക്കുന്നുണ്ട് അറിയോ, നമ്മൾ ഏരിയ ഓഫ് സർക്കിളില്ലേ πr², അതിൽ യൂസ് ചെയ്യുന്ന പൈ ഇസ് എൻ ഇറാഷണൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 9th പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് √2 ഇറാഷണൽ നമ്പർ ആണ് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ 10th വരുന്നത് √2 ഇറാഷണൽ നമ്പർ ആണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അവിടെ എക്സാമ്പിളായിട്ടല്ലേ പഠിച്ചത്. ഇവിടെ നമ്മളത് പ്രൂവ് ചെയ്യും എങ്ങനെയാണ് √2 ഇറാഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ള കൺസെപ്റ്റാണ് നിങ്ങളുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇറാഷണൽ റാഷണൽ നമ്പർ പറയുമ്പോൾ ഈ ഡെഫിനിഷനിൽ തന്നെ നമ്മളിങ്ങനെ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതിന് പകരം കോപ്രൈംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അത് 9th വന്ന ടോപ്പിക് തന്നെയാണ്. നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല, അതുകൊണ്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് പറഞ്ഞു പോവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം 1/2 റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ 9/18 എന്നെടുക്കുമ്പോൾ എഗെയിൻ 9 ഇസ് എ കോമൺ ഫാക്ടർ. നമ്മൾ ആ കോമൺ ഫാക്ടർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും, 1/2 വരും. കണ്ടോ? അപ്പോൾ ഈ 9/8ൻ്റെ ലീസ്റ്റ് ഫോം ആയിട്ട് നമ്മൾ പറയുന്നത് ദിസ് 1/2 ആണ്. ദെൻ 12/24 എന്നെടുത്ത് നോക്കൂ. അപ്പോഴും ഇവിടെ 12 കട്ട് ചെയ്ത് കളയാം, ഇനി 3 അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വരുന്ന നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ നമ്മളെവിടെ എത്തും, 1/2 അപ്പോൾ നമ്മൾ ഏത് റാഷണൽ നമ്പർ എത്ര വലിയ റാഷണൽ ഫോം എടുത്ത് കഴിയുമ്പോഴും നമുക്കതിനൊരു ലീസ്റ്റ് ഫോം കിട്ടും. ഈ ലീസ്റ്റ് ഫോമിനൊരു പ്രത്യേകത ഉണ്ട്. ലീസ്റ്റ് ഫോമിൽ ഒരു റാഷണൽ നമ്പർ a/b എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ലീസ്റ്റ് ഫോം ആക്കാമല്ലോ. നമുക്ക് എങ്ങനെ ആക്കാം എന്നാണ് പറഞ്ഞത്, ഏത് റാഷണൽ നമ്പറിനെയും കോമൺ ഫാക്ടർ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു ലീസ്റ്റ് ഫോമിലെത്തും. ആ ലീസ്റ്റ് ഫോം എടുക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. a/b എന്ന് പറയുന്ന നമ്പേഴ്സിന് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1 എന്നുള്ളൊരു റൂൾ വരും. എന്താ പറഞ്ഞത്, A and B have no common factors
കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1 എന്ന് പറയുന്ന രീതിയിൽ വരും. ഇപ്പോൾ ഈ 1/2 എടുത്ത് നോക്കൂ. വേറൊരു എക്സാമ്പിൾ, നമ്മളൊരു ലീസ്റ്റ് ഫോം ആണെന്ന് വെക്കുക. 5/6. 5/6 ഒരു റാഷണൽ നമ്പർ ആണ്. 5/6ന് നമുക്ക് 25/30 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ലീസ്റ്റ് ഫോം 5 കൊണ്ട് കോമൺ ഫാക്ടർ ആണ്. 5 ഇസ് എ കോമൺ ഫാക്ടർ. 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5/6 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഏത് റാഷണൽ നമ്പറിനും നമുക്കൊരു ലീസ്റ്റ് ഫോം എഴുതാം. ഈ ലീസ്റ്റ് ഫോം 5/6ൽ 5 and 6 എന്ന് പറയുന്ന നമ്പേഴ്സിന് 1 അല്ലാതെ വേറൊരു കോമൺ ഫാക്ടറും വരുന്നില്ല. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്ന്. എ ആൻഡ് ബി ആർ കോപ്രൈംസ്. അപ്പം നമ്മളൊരു റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ P/Q where P and Q are integers and Q not equal to 0 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയുകയാണെങ്കിൽ ചെയ്യാം? A/B where A and B are കോപ്രൈംസ് എന്ന് പറയാം. A and B are കോപ്രൈംസ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു റാഷണൽ നമ്പർ എഴുതുമ്പോൾ അതിനൊരു ലീസ്റ്റ് ഫോം കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാമെന്നും ലാസ്റ്റ്, അതായത് ഏറ്റവും കൺവേർട്ട് ചെയ്ത് എഴുതുന്ന ലാസ്റ്റ് വരുന്ന ആ ഫോം ഉണ്ടല്ലോ, അത് A/B ആണ്. ആ A/Bനെ നമുക്ക് എന്ത് പറയാം? A/B വേർ A and B ആർ കോപ്രൈംസ് എന്ന് പറയാം. കോപ്രൈം എന്ന് പറയുമ്പോൾ അത് പ്രൈം ആവണം എന്നില്ല കേട്ടോ. അതാണ് ഇവിടെ 5/6. 5/6ൽ 5 പ്രൈമാണ്, 6 പ്രൈം അല്ല. കണ്ടോ? പക്ഷെ കോപ്രൈം എന്ന് പറയുമ്പോൾ പ്രൈംസ് എന്നല്ല മീനിങ്. 5, 6 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1 മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ 12, 13 എടുക്കുമ്പോൾ അത് 13 പ്രൈം ആണ്, പക്ഷെ 12 പ്രൈം അല്ല. അതിൽ കോമൺ ഫാക്ടർ 1 മാത്രമേ വരുന്നുള്ളൂ, അല്ലേ? 4 and 9, 4ഉം പ്രൈം അല്ല, 9ഉം പ്രൈം അല്ല. പക്ഷെ 4 and 9 എടുക്കുമ്പോൾ കോമൺ ഫാക്ടർ എന്താണ്? 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ദേ ആർ കോപ്രൈംസ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് കോപ്രൈംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ കോപ്രൈംസ് എന്ന് പറയുമ്പോൾ പ്രൈം എന്നൊരു വേർഡ് ഉള്ളതുകൊണ്ട് പ്രൈംസ് ആണ് എന്ന് ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ മാറ്റി പറഞ്ഞൂടെ? എന്താണ്? A and B have no common factors other than 1 എന്ന് പറയുന്നതിന് പകരം റാഷണൽ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? A/B where A and B are കോപ്രൈംസ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അതിൻ്റെ ഇടയിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യും, ഇതുപോലെ കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ ഉള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മളിത് വീണ്ടും റിപ്പീറ്റഡ്ലി പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം അത് കോപ്രൈം ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത്, അല്ലേ? പിന്നെ നമുക്ക് വരുന്നത് ചെറിയൊരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന കാണാറുണ്ട് സാധാരണ. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. 2 divides എ നമ്പർ. ഇപ്പം നമ്പർ ഏതാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് എക്സ് എന്ന് പറയാൻ പോവാണ്. 2 divides എ നമ്പർ എക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതേ മീനിങ് തന്നെയാണ് 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. 2x എന്ന് പറയുന്ന നമ്പർ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും നമുക്ക്. 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ തിരിച്ച് എക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നും പറയാം. കണ്ടോ? 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് എന്ന് പറയാം, എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നും പറയാം. ഇതെല്ലാം ഒരേ മീനിങ് ആണ് വരുന്നത്. ഇപ്പോൾ 2 divides എ നമ്പർ എന്ന് പറയുമ്പോൾ 2 divides എ എന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സിന് പകരം ഞാൻ 2 divides എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിൽ വരണം? 2 ഈസ് എ ഫാക്ടർ ഓഫ് എ ഓർ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയണം, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ 2 കണ്ടീഷൻസും നമുക്ക് അവിടെ ഓർമ്മ വരണം. 2 divides എ നമ്പർ എക്സ് മീൻസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് ഓർ എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2 divides എ നമ്പർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് ചിന്തിക്കില്ല, അതൊന്ന് മാറ്റുക. 2 ഈസ് എ ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ എന്ത് പറയാം? എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാം. അപ്പോൾ ഡിവൈഡ്സ് എന്ന് പറയുന്നതിന് ഇങ്ങനെ 2 കണ്ടീഷൻസും കൂടി അല്ലെങ്കിൽ 2 മീനിങ് കൂടി വരുന്നുണ്ടല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിൻ്റെ കമ്പാരിസൺ പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു നൊട്ടേഷനും കൂടി കൊടുക്കാം. മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 2 പഠിച്ചിട്ടുണ്ടല്ലോ. 2 into 1, 2 into 2, 2 into 3, 2 into 4 ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? 2 into some integer എന്ന് എഴുതാം. കണ്ടോ? 2 into some integer. അപ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into some integer. ഇനി മൾട്ടിപ്പിൾ ഓഫ് 5 എന്നാണ് പറയുന്നതെങ്കിലോ 5 into 1, 5 into 2 എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 5 നമ്മൾ അപ്പോൾ ഇങ്ങനെ
ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും ചൊല്ലി നോക്കി അതിൻ്റെ പാറ്റേൺ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു സം ഇൻറ്റിജർ. ഈ ഒരു ഓർഡറും കൂടി നമുക്ക് ഓർമ്മയിൽ വരണം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്കുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 3 മീൻസ് വാട്ട്? 3 ഇൻറ്റു സം ഇൻറ്റിജർ. മൾട്ടിപ്പിൾ ഓഫ് 4, 4 ഇൻറ്റു സം ഇൻറ്റിജർ. മൾട്ടിപ്പിൾ ഓഫ് 10, 10 ഇൻറ്റു സം ഇൻറ്റിജർ. അങ്ങനെയുള്ള ഒരു രീതിയും കൂടി നമുക്കറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടന്റ് പറഞ്ഞല്ലോ, ടോപ്പിക്സ് പറഞ്ഞു. LCM ആൻഡ് HCF, അതിൽ പ്രൈം ഫാക്ടറൈസേഷൻ വരും. റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് വരുന്ന പ്രോബ്ലത്തിലാണ് നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസ് വരുന്നത്. എന്ത്? 2 ഡിവൈഡ്സ് എ നമ്പർ എന്നൊരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. 2 ഡിവൈഡ്സ് എ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഫോമാണ് 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഇനി എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ നമുക്ക് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഹൗ? എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു സം ഇൻറ്റിജർ. കണ്ടോ? 2 ഇൻറ്റു സം ഇൻറ്റിജറിന്, ആ ഇൻറ്റിജറിനാണ് ഞാനൊരു ലെറ്റർ കൊടുക്കുന്നത് 2C എന്നൊക്കെ. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 2P, എക്സ് ഈക്വൽ ടു 2M. അത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തറിയണം? എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു സം ഇൻറ്റിജർ എന്ന് എഴുതാൻ പറ്റണം. എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 മീൻസ് 5 ഇൻറ്റു സം ഇൻറ്റിജർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കണ്ടന്റുകൾ, അതായത് ഈ പറയുന്ന ബേസിക് നോളജ് അത് നിങ്ങൾ പഠിച്ചു തന്നെയാണ്. എന്നാൽ നമുക്കത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരികയാണ്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ 10th ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.